സമുദായത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിലാക്കണം, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രകടനം. ഇത് കണ്ടു തെളിയിക്കുന്നവർ എന്താ വിചാരിക്കുന്നത്? ഇന്ന വ്യക്തി നായർ സമുദായമാണ്, അവരോടൊപ്പം ഒരു വലിയ കൂട്ടായ്മ, അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരുമിച്ചുണ്ട് എന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സംഘടന പുറകിലില്ലെങ്കിൽ ആരും നമ്മളെ കൈകാര്യം ചെയ്തു. രാഷ്ട്രീയക്കാരെ മാത്രമല്ല, ആരെയും ഒരു സംഘടന, നമ്മൾ ഏതൊരു വ്യക്തി എന്നെ അനുസരിച്ച് നിങ്ങളെ അനുസരിച്ച് ഒരു സംഘടന, സമുദായം കൂടെ ഉണ്ട് എന്ന് തോന്നിയാൽ ആരും കൈവയ്ക്കുന്നില്ല. ആ സമുദായം കൂടെ ഇല്ലെന്ന് കണ്ടാൽ വഴിയെ പോകുന്നവരെല്ലാം കൈവയ്ക്കും. അതാണ് സംഘടന. ഈ സമുദായ സംഘടന നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന നായരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ച ഒരു സ്ഥാപനമല്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മഹത്തായ നന്മയ്ക്കും പുരോഗതിക്കും ഒരു പുതുയുഗത്തിലേക്ക് അനാചാരങ്ങൾക്കെതിരെ കേരളത്തിലെ സമൂഹത്തെ മുഴുവൻ നയിക്കാൻ വേണ്ടിയാണ് മന്നത്താചാര്യൻ, മഹാനായ ഭാരതകേസരി മന്നത്താചാര്യൻ നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട്, ചിന്തിച്ചത് നിൽക്കുന്ന നായരെ, പല തട്ടുകളായി നിൽക്കുന്ന നായരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവൻ അച്ചടക്കമുള്ള ഒരു സമൂഹമാക്കി മാറ്റിക്കൊണ്ട് ആ സമൂഹത്തെ നയിച്ചുകൊണ്ട് സമൂഹത്തിനെ നേരെ നയിക്കും. ഒറ്റയ്ക്ക് നയിക്കാൻ പോലും ഇപ്പം അദ്ദേഹം വിളിച്ചാൽ കിട്ടുന്ന നായര് മാത്രമേ. നായർ സമുദായത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. അനേകം അനാചാരങ്ങൾ നിലവിലുണ്ടായിരുന്ന ഒരു സമുദായത്തിലെ അനാചാരങ്ങൾ ദൂരീകരിച്ച് മരുമക്കത്തായ സമ്പ്രദായം എടുത്തു കളഞ്ഞ് മക്കത്തായ സമ്പ്രദായം, മക്കൾക്ക് അച്ഛന്റെ സ്വത്തുക്കളിൽ അവകാശം നൽകുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ മാറ്റി. പഴയ അനാചാരങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഞാൻ ദീർഘമായി കിടക്കുന്നില്ല. അതെല്ലാം അനാചാരം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ഉണ്ടായിരുന്ന, കുട്ടിക്കാലം മുതൽ സ്ത്രീകൾക്ക് അപമാനം സഹിക്കേണ്ടി വന്ന ഒരുപാട് അനാചാരങ്ങൾ സമുദായത്തിലുണ്ടായിരുന്നു. അതെല്ലാം തട്ടിമാറ്റി കേസുകെട്ടുകളും എട്ടുകെട്ടുകളും നാലുകെട്ടുകളും ഒക്കെ ഒഴിവാക്കി ധൂർത്തന്മാരായിരുന്ന നായർ സമുദായത്തെ അതിൽ നിന്ന് രക്ഷിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന മഹാനായ നേതാവാണ് മന്നത്താചാര്യൻ. അദ്ദേഹത്തെ എന്നും നമ്മൾ ദൈവമായി തന്നെ കാണുകയാണ്, ദൈവതുല്യനായി കാണുന്നു, നമ്മളെ നയിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സ്വാഗത പ്രസംഗാനും അധ്യക്ഷനും പറഞ്ഞു, നമ്മുടെ ചേട്ടൻ പറഞ്ഞു, ഈ കാലാവസ്ഥ നോക്കാനുമില്ല. ഇന്നലെ കൊട്ടാരക്കരയിൽ സമ്മേളനം നടക്കുന്ന തൊട്ട് മുമ്പ് മഴയെ അവസാനിക്കുക 2 മണിക്ക്. എന്തുകൊണ്ടെന്നാൽ ഈ 5 സമ്മേളനങ്ങൾ നടക്കുമ്പോഴും മഴയുള്ള കാലത്ത് തന്നെയാണ്. മഴ അതിനെ ബാധിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ സമുദായ സംഘടന സത്യത്തിൽ ദൈവവിശ്വാസത്തിൽ നിലകൊള്ളുന്ന ഒരു മഹാപ്രസ്ഥാനമാണെന്നുള്ളതാണ്. നമ്മൾ ഈ കുഴപ്പമുണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് മറ്റവനൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു കോടതി സമ്മേളനം വിളിച്ചാൽ അത് ചിലപ്പോൾ മഴ പെയ്തതിന് ചെളിയാവും. പക്ഷെ ഇവിടെ ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ കരുത്ത് അത് പ്രകടിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ മന്നത്താചാര്യന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ച വഴിയിലൂടെ സംഘടന ശക്തിയായി നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ച ഒരു സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനത്തിന് എല്ലാ ആനുകൂല്യങ്ങളും പ്രകൃതി നമുക്ക് നൽകും. പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൈവമാണ്. മനുഷ്യരാശി ആദ്യം പ്രാർത്ഥിച്ചിരുന്നത് പ്രകൃതിയാണ്. പിന്നീടാണ് ദേവന്മാരെയും ദേവിമാരെയൊക്കെ നമ്മൾ ഓരോരുത്തരെ മാറ്റി എടുത്തത്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ തനിക്ക് ജലം തരുന്ന, മഴ തരുന്ന, തനിക്ക് വെയിൽ തരുന്ന, തനിക്ക് ശ്വാസം മുട്ടാതിരിക്കാൻ സഹായിക്കുന്ന പ്രകൃതിയാണ് ദൈവമായി ആരാധിച്ചത്. നമുക്കറിയാം, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരാദ്യം മലകളെയും, മഴയുടെ ദേവൻ, അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് കാണാം, മഴയുടെ ദേവനെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. മഴയുടെ ദേവനെ, മലദൈവങ്ങൾ മല കാക്കുകയാണ്. ചുറ്റും നിന്നുകൊണ്ട് മല ഈ പ്രദേശത്തെ കാത്തു സൂക്ഷിക്കുന്ന സങ്കല്പത്തിൽ പ്രകൃതിയാണ് നമ്മൾ ആരാധിച്ചത്. ആ പ്രകൃതിയാകുന്ന ദൈവം നമ്മളോട് കാണിച്ച ആനുകൂല്യം എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാർ, മന്നത്താചാര്യൻ തുടങ്ങി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജി സുകുമാരൻ നായർ സാർ വരെയുള്ളവരുടെ സത്യസന്ധവും സുതാര്യവും ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനമാണ് ഈ ഒരു കാലാവസ്ഥ നമുക്ക് അനുകൂലമായി കിട്ടിയത്. നമ്മുടെ ലക്ഷ്യം തെറ്റായ ലക്ഷ്യമല്ല. മന്നത്താചാര്യൻ, ഞാൻ തങ്കോപ്പന ചേട്ടനെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, മന്നത്താചാര്യനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആചാര്യ സ്തുതിയിൽ പറഞ്ഞു. ആചാര്യസ്തുതി പറയുന്ന കരുണാമയനായ മന്നത്താചാര്യൻ, ആ ആചാര്യന്റെ ഏറ്റവും വലിയ പാത പിന്തുടരുന്ന ആളാണ് ഈ തങ്കോപ്പന ചേട്ടൻ. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്റെ മുമ്പിൽ വരുന്ന ആളിന്റെ കണ്ണുനീര്, വേദന അതെന്റെതാണ് എന്ന് കണ്ടുകൊണ്ട് ഹൃദയം തുറന്ന്, ആരും സന്തോഷിക്കാൻ തന്നെ ആരോടും പറയാറുമില്ല, എല്ലാം രഹസ്യമാണ്. ഹൃദയത്തിൽ നിന്ന് സ്നേഹം അവർക്ക് നൽകി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ, മന്നത്താചാര്യന്റെ കരുണാമയനായ മന്നത്താചാര്യന്റെ പാതയിൽ ജീവിക്കുന്ന ഒരാളെ കൊട്ടാരക്കര NSS താലൂക്കുകളിന്റെ പ്രസിഡന്റായി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ്, അദ്ദേഹത്തിന്റെ ഭാഗ്യമാണ്. ആചാര്യന്റെ വാക്കുകളെ വിശ്വസിച്ചാണ്, അദ്ദേഹത്തിന്റെ ഓരോ ചുവടുകളും പിന്തുടർന്നുകൊണ്ടാണ്
നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സർ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നു. ഇതൊരു മഹാപ്രസ്ഥാനമാണ്. ഇത് തകർക്കാനുള്ള ശ്രമങ്ങൾ, നടക്കാത്ത ചില ശ്രമങ്ങൾ ഇന്ന് ഈ സംസ്ഥാനത്ത് നടക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മറ്റ് ഇതര സമുദായങ്ങൾ, സഹോദര സമുദായങ്ങളുമായിട്ടൊക്കെ വളരെ സൗഹൃദത്തിൽ പോകുന്നവരാണ്. മറ്റൊരു സമുദായത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും ആവശ്യങ്ങളിൽ കടന്നു കയറുകയോ അവരോട് ആവശ്യമില്ലാത്ത നിർദ്ദേശം കൊടുക്കുകയോ നായർ സർവീസ് സൊസൈറ്റി ചെയ്യുന്നില്ല. നായർ സർവീസ് സൊസൈറ്റിക്ക് സമദൂര സിദ്ധാന്തമാണ്. എന്നാൽ നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നവർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവകാശം നായർ സർവീസ് സൊസൈറ്റി നൽകിയിട്ടുണ്ട്. മറിച്ച് ഒരു കലോകത്തിനുള്ളിലേക്കോ ഒരു സമ്മേളനത്തിനുള്ളിലേക്കോ വരുമ്പോൾ അവിടെ എല്ലാവരുടെയും രാഷ്ട്രീയം പുറത്തു വെച്ച് NSSന്റെ പതാകയിൽ വേണ്ടി വേണം അകത്ത് വരാൻ എന്ന് ഒരു നയം വളരെ മുമ്പ് തന്നെ നായർ സർവീസ് സൊസൈറ്റി എടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഫലമാണ് ഈ കൂട്ടായ്മ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലോ അതിന്റെ പേരിലോ ഒരു അകൽച്ചയോ പിണക്കമോ ഒന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. എല്ലാവരെയും ഒരുപോലെ കാണാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിന് കഴിയുന്നുണ്ടെന്നത് അഭിമാനകരമായ കാര്യം. 14 NS യൂണിയന്റെ മേഖലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അഭിമാനത്തോടെ പറയട്ടെ, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് പ്രകടനം ആരംഭിക്കുന്നിടത്തുനിന്ന് കുടിക്കാനുള്ള നാരങ്ങ വെള്ളവും മോരും വെള്ളവും കലക്കി കാത്തു നിൽക്കുന്നത് SNDPയുടെയും ജമാഅത്തിന്റെയും ക്രിസ്ത്യൻ ദേവാലയത്തിന്റെയും പ്രതിനിധികളും പ്രവർത്തകരുമാണ് എന്നതാണ് നമ്മൾ ഏറ്റവും വലിയ അഭിമാനിക്കേണ്ട കാര്യം. ഇത് കാണുമ്പോൾ അവർ സന്തോഷിക്കും എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ല, നായന്മാരെല്ലാം കൂടെ സംഘടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇനി യവന്മാരെ കൈകാര്യം ചെയ്യണം എന്നല്ല അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവന്മാർ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല അവർ ചിന്തിക്കുന്നത്. അവരുടെ ആ കൂട്ടായ്മ കണ്ടോ, അവരുടെ ആ സ്നേഹം കണ്ടോ, അവരുടെ ഐക്യം കണ്ടോ, അതിന് നമ്മൾ സന്തോഷിക്കുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുന്നത്. ഇത് കാണുമ്പോൾ കുശുമോടെ നോക്കുന്നവരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്ന അതാണ്. ഒട്ടാകെ NSS താലൂക്കിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു കാര്യത്തിൽ തങ്ങോട്ടുള്ള ചേട്ടനെയും സെക്രട്ടറി അനിൽ കുമാറിനെയും അതുപോലെ അംഗങ്ങളെയും എല്ലാം സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കാൻ പോവുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കൊട്ടാരക്കര ഇന്നലെ നടന്ന സമ്മേളനമാണ്. ഞാൻ സമ്മേളനത്തിൽ പങ്കെടുത്തെങ്കിലും എല്ലാ കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടറിഞ്ഞു. അവിടുത്തെ പ്രസംഗങ്ങളും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ കേട്ടറിഞ്ഞു. എനിക്കത് ഏറ്റവും സന്തോഷം തോന്നിയത് അവിടെ ഒരാളെ ആദരിച്ചു. അജിത് വിനായക എന്നൊരാളെ ആദരിച്ചു. അജിത് വിനായക എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ബിസിനസ്മാനാണ്. എന്തിനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആദരിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം പോലെ തുല്യമായ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഗണപതി അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ നമുക്ക് താല്പര്യം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാൻ. ലോകത്ത് തന്നെ അപൂർവമായി ശിവൻ മഹാദേവൻ പടിഞ്ഞാറേക്ക് നോക്കിയിരിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പടിഞ്ഞാറ്റിന്റെ ശിവക്ഷേത്രം. ആ ക്ഷേത്രം കാലാകാലങ്ങളിൽ ക്ഷയിച്ച് താഴോട്ട് പോവുകയാണ്. അതായത് ക്ഷേത്രത്തിൽ തൊഴാൻ ആൾ വരുന്നില്ലെന്ന് മാത്രമല്ല, ഒരു പരിപാടി, ഒരു ഉത്സവം നടത്തിയാൽ അത് കാണാൻ പോലും ഒരാളില്ല. ഞാൻ ഒരിക്കലും ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയി. ചെല്ലുമ്പോൾ ആകെ പറമ്പിലുണ്ടായിരുന്ന രണ്ടുപേരാണ്. രണ്ടുപേരും അടിച്ചിട്ടിരിക്കുകയാണ്, രണ്ടെണ്ണം കാച്ചിട്ട് സൈഡിലിരിക്കുകയാണ്. അവർ കുറച്ച് കഴിയുമ്പോൾ നടുക്കൊണ്ടിരുന്നു. ആരോടാണ്? എന്റെ ജീവിതത്തിൽ ഞാൻ മണൽത്തരികളോട് പ്രസംഗിച്ചത് അന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷത്തിനിടയിൽ മണൽത്തരികളോട് പ്രസംഗിച്ചു. പക്ഷെ എനിക്ക് ദുഃഖം തോന്നി. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ആ ക്ഷേത്രം നാശോന്മുഖമായി പോകുന്ന കണ്ടത്. പക്ഷെ അവിടെ അജിത്ത് അതിന്റെ പ്രസിഡന്റായി വരികയും, അജിത്ത് തന്നെ പറയാനുള്ളൂ, ആരുഷ്ണ സാറാണ് എന്നെ സഹായിച്ചത് അതിന്റെ പ്രസിഡന്റ് ആകാൻ. ആ പ്രസിഡന്റായി വരികയും അതോടൊപ്പം കുറെ ചെറുപ്പക്കാർ, ആ നാട്ടിലുള്ള നല്ലവരായ ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് കോടിക്കണക്കിന് സ്വർണ്ണക്കൊടിമനോടക്കം കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ആ അമ്പലത്തിൽ. ഇന്ന് ആ അമ്പലം പണ്ട് കണ്ടതിനേക്കാൾ, ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതിനേക്കാൾ വളരെ 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 ഉന്നതമായ നിലയിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവന്നത് ഈ അജിത്താണ്. ആ അജിത്തിനെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിലനിൽക്കണം, ക്ഷേത്ര ആചാരങ്ങൾ നിലനിൽക്കണം, ഈശ്വരവിശ്വാസം വേണമെന്ന് ഉച്ചസ്ഥായിയിൽ പറയുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന ഈ മഹാസംഘടന അത്തരത്തിലൊരു മഹാക്ഷേത്രത്തെ, നാശോന്മുഖമായ മഹാദേവ ക്ഷേത്രത്തെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ മുൻകൈയെടുത്ത ഒരു ചെറുപ്പക്കാരൻ നിലയിൽ അഭിമാനത്തോടെ പറയട്ടെ, ഈഴവ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ മഹാസമ്മേളനത്തിന്റെ വേദിയിൽ കൊണ്ടുവന്ന് ആദരിച്ച തങ്കോമ്പളച്ചേട്ടനെയും അനിൽകുമാറിനെയും യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെയും എന്റെ സംഘാടകരെയെല്ലാം ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. നായർക്ക് സത്യസന്ധതയും നന്ദിയും വേണം എന്നാണ് മതത്തോൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കലോകത്തിന്റെ യോഗം ചേർന്നാൽ ആദ്യം എഴുതു വയ്ക്കുന്നത് കണക്കാണ്. നാൾ വഴി വായിച്ചതിന് ശേഷം മറ്റു പരിപാടികൾ കൃത്യമായ കണക്ക് വായിച്ച് ബോധ്യപ്പെടുത്തി അത് എഴുതി വെച്ചതിന് ശേഷം മാത്രമേ അധ്യക്ഷ പ്രസംഗവും മറ്റു പരിപാടികളെല്ലാം പിന്നെയുള്ളൂ.
അപ്പൊ കരയോഗം മുതൽ ആരംഭിക്കുന്ന ഒരു സത്യസന്ധത, അതാണ് മതത്താചാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ആ സ്നേഹം നമ്മുടെ സത്യസന്ധതയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അടുത്ത കാലത്ത് നമ്മുടെ സമൂഹത്തിൽ കൂടെ നിന്ന ചില ആളുകൾ NSSന്റെ കൂടെ നിന്ന് എല്ലാ ആനുകൂല്യവും പറ്റിയതിനു ശേഷം അവര് ജനറൽ സെക്രട്ടറിക്കെതിരെ ശബ്ദമുയർത്തി. എല്ലാ ആനുകൂല്യവും പറ്റി, എന്നാ പറ്റിയവർ നല്ല നായരല്ല എന്ന് ജനറൽ സെക്രട്ടറി അറിഞ്ഞതും ഇപ്പോഴാണ്. എന്നോട് ചോദിച്ചു, ചില ആളുകൾ നല്ല നായരല്ലല്ലോ എന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറത് ഇപ്പോഴൊന്നും അറിഞ്ഞെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു, എന്റെ അച്ഛൻ പണ്ട് കൊട്ടാരക്കര എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എടാ അവന് നല്ല നായരല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴെങ്കിലും സാറിന് മനസ്സിലായല്ലോ. അല്ല, ഞാനിപ്പോഴും അറിഞ്ഞെന്ന് പറഞ്ഞു. 26 വർഷം കൂടെ കൊണ്ടു നടന്നിട്ട് ജനറൽ സെക്രട്ടറി ഇത് അറിയുന്നത് മോണോസിന് അറിയാം, എല്ലാവർക്കും അറിയാം, വിളിക്കുന്നവർക്ക് എല്ലാം അറിയാം, സദസ്സിരിക്കുന്നവർക്ക് അറിയാം. ആരാന്നൊക്കെ പറയുന്നില്ല. പക്ഷേ നല്ല നായരല്ല എന്ന് ജനറൽ സെക്രട്ടറി അറിയാൻ 26 വർഷം താമസിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പൊ കൂടെ നിൽക്കുന്നവരെ ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷെ നമ്മുടെ കൂടെ നിന്ന് എല്ലാ ആനുകൂല്യവും പറ്റിയിട്ട് ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും കൈവരിച്ചിട്ട് ഇപ്പോൾ ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ SNDPയെ നശിപ്പിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച SNDPയെ തകർക്കാൻ കേസ് കൊടുക്കുകയും മുൻകൈയെടുത്ത് SNDPയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ചില ആശാന്മാരുമായി അവരെ ഉപദേശകന്മാരായി വെച്ച് ഇവർ ചില പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കും. അവരെങ്ങനെയാണോ SNDPയെ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കി മുന്നോട്ട് പോയത്, അത്തരം ഒരു നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നായർ സർവീസ് സൊസൈറ്റിയെ കൂടെ ഒന്ന് ശിഥിലമാക്കണം എന്ന ആഗ്രഹമേ ഉള്ളൂ. ചെറിയ ആഗ്രഹമാണ്, നടക്കാത്ത ആഗ്രഹം. ഞാൻ പറഞ്ഞു, നടക്കാത്ത ചെറിയൊരു ആഗ്രഹം. അവരാഗ്രഹം വളരെ ചെറിയ ആഗ്രഹമാണ്, പക്ഷെ അത് നടക്കുകയില്ല എന്നുള്ളത് വേറെ. ഇന്നത് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു സമ്മേളനവും ഈ ഘോഷയാത്രയും എല്ലാം കാണുമ്പോൾ മനസ്സിലാക്കണം. അങ്ങനെയൊന്നും ഒരാൾ ഇറങ്ങി ചുമച്ചും കുത്തിയും തോണ്ടിയും നശിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല നായർ സർവീസ് സൊസൈറ്റി എന്ന അഭിമാനം നമുക്കുണ്ട്. ഇതൊന്നും ഇതിനേക്കാൾ വലിയ കൊടുങ്കാറ്റ് വന്നിട്ടും നായർ സർവീസ് സൊസൈറ്റി ഉറഞ്ഞിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുമായി ഒന്ന് പറയുന്നത്, എല്ലാ പാർട്ടികൾക്കും എല്ലാ ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. പക്ഷേ നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗമാണ് എന്ന് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് നാട്ടുകാരെല്ലാം കൂട്ടി, എല്ലാ സമുദായത്തിലുള്ള എനിക്ക് കൂട്ടി. പക്ഷെ ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതാവായിരുന്ന R ബാലകൃഷ്ണയുടെ മകനാണ്. ഞാൻ നായർ സർവീസ് സൊസൈറ്റിയിലെ ആളാണ്. മുഖ്യമന്ത്രിയോട് പോലും ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഗണേശൻ നമ്മുടെ ആളാണ്, എന്നെ ഗണേഷ് കുമാറാണ് നമ്മൾ പറയും എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ആരെക്കൊണ്ട് സാധിക്കാനില്ല. നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി നായർക്ക് പ്രശ്നം വരുന്നൊരു കാര്യം വന്നാൽ മാത്രമേ അദ്ദേഹം ഇടപെടാറില്ല. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടാറില്ല. ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഭരിക്കുന്നവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ നായർ സർവീസ് സൊസൈറ്റി തയ്യാറല്ല. അവർ ഭരിക്കട്ടെ, രാജ്യം മുന്നോട്ട് പോട്ടെ, നാട് മുന്നോട്ട് നയിക്കട്ടെ. പക്ഷേ നായരെ ബാധിക്കുന്നതിന് വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചുണ്ണാങ്ങും പുണ്ണാക്കും എടുത്തു വെച്ചാലും മറുപടി പറയാം. നമ്മുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരു കാര്യം സംസാരിക്കില്ല, മാധ്യമങ്ങളോട് സംസാരിക്കില്ല. പറയുന്ന കാര്യം അത് നായർക്ക് വേണ്ടിയുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടിയുള്ളതായിരിക്കും, പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളതായിരിക്കും. നായർ സർവീസ് സൊസൈറ്റി ഇന്ന് കാണുന്ന സമൂഹത്തിൽ കാണുന്ന പല പുരോഗതികളുടെയും തുടക്കം കുറിച്ച ഒരു മഹാപ്രസ്ഥാനമാണ്. അന്നത്തെ ആചാര്യന്റെ കാലത്ത് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ ഹിന്ദുക്കളായ വിശ്വാസികളെ മുഴുവൻ കയറ്റണം എന്ന് ആവശ്യപ്പെട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിന് ഊർജം പകർന്നത് മന്നത്ത് പത്മനാഭനാണെന്ന് മറക്കരുത്. മഹാത്മജി കൊട്ടാരക്കരയിൽ വന്ന് തൃക്കണ്ണാമ ക്ഷേത്രത്തിൽ ദളിതരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ചടങ്ങ് നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ കയറുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മന്നത്ത് ആചാര്യൻ തന്റെ കുടുംബക്ഷേത്രത്തിൽ, ചങ്ങനാശ്ശേരിയിലെ കുടുംബക്ഷേത്രത്തിൽ ദളിതരായ സാധുക്കളുമായി ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഈ ആശയം കേരളത്തിൽ വന്ന് പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് തന്നെ മന്നത്ത് ആചാര്യൻ തന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ദളിതരായ ആളുകളെ കൊണ്ടുപോയി അവർക്ക് പൂജ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത മഹാനാണ് മന്നത്ത് ആചാര്യൻ. അതായത് നായന്മാരുടെ നേതാവെന്ന് പറഞ്ഞ് അദ്ദേഹം സവർണർക്ക് വേണ്ടി പോരാടിയ ആളല്ല. അതേപോലെ ആശയം മുന്നോട്ട് വെച്ചു. സവർണരായ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർ, അവർക്ക് സംവരണം വേണം എന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ ഏതാണ്ട് അദ്ദേഹത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് 10-65 വർഷക്കാലം നായർ സർവീസ് സൊസൈറ്റി പോരാടിയത് സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയാണ്. മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും സംവരണം ഉണ്ടാകണം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ്. ആ സാമ്പത്തിക സംവരണം ഈ സംസ്ഥാനത്ത് നടപ്പിലായി. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അത് നടപ്പിലാക്കി. 10% സാമ്പത്തിക സംവരണം നായർക്കും ക്രിസ്ത്യാനിക്കും ബ്രാഹ്മണനും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരു 10% സംവരണം. അതിന് തൊട്ടു പുറകെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഈ പദ്ധതി നടപ്പിലാക്കി. 10% സംവരണം വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ ഈ സംവരണം വന്നപ്പോൾ എന്താ പറ്റിയത്? ഇതിനെതിരായി
ചില വ്യക്തികൾ, ചില സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ചെല്ലുമ്പോൾ പിന്നെ ഒരുപാട് കാലമെടുക്കും. സുപ്രീം കോടതി ആ സംവരണം സ്റ്റേ ചെയ്തില്ല, അത് തള്ളിക്കളഞ്ഞു. കാരണം എന്തറിയാം, നമ്മളൊരു 30-35 വർഷമായിട്ട് നായർ സർവീസ് സൊസൈറ്റി ഒരു കേസ് കിടക്കുന്നുണ്ട്. സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ ചെന്ന് നിൽക്കുകയാണ്. ആ കേസിന്റെ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞ സമയത്താണ് സമാന വിഷയത്തിൽ ഒരു അഭ്യർത്ഥനയുമായി മറ്റു ചില കക്ഷികൾ വരുന്നത്. ഈ സംവരണം പാടില്ല എന്ന്. ഈ സംവരണം ഗവൺമെന്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തിയ ഈ സംവരണം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിലയിരുത്തുകയും അതിനുള്ള പ്രഖ്യാപനം മുന്നോട്ട് പോകാനുള്ള അനുമതി നൽകുകയും ചെയ്തു. അവിടെ എവിടെയാണ് 10-35 വർഷം നായർ സർവീസ് സൊസൈറ്റി തുടങ്ങി വെച്ച നിയമ പോരാട്ടമുണ്ട്. നാരായണ പണിക്കർ സാറിന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ് ജനറൽ സെക്രട്ടറി ആയി വന്ന സുകുമാരൻ നായർ സാർ അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കും. അവർ മുന്നോട്ട് വെച്ച ഒരു പോരാട്ടം, ഒരു നിയമ പോരാട്ടം. ആ നിയമ പോരാട്ടത്തിന്റെ വിജയമാണ് ഈ 10% സാമ്പത്തിക സംവരണം. 10% സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സംവരണം നൽകണമെന്നുള്ള ആശയം ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ച ഒരേ ഒരു പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റിയാണ്. ആ നായർ സർവീസ് സൊസൈറ്റി ന്യായത്തിന്റെ കൂടെ പഠിക്കാൻ മിടുക്കുള്ള, കഴിവുള്ള, നിർദ്ധനരും പാവപ്പെട്ടവരുമായ കുഞ്ഞുങ്ങൾക്ക് ജാതിയുടെ പേരിൽ കിട്ടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടരുതെന്നുള്ള നീതിബോധം മാത്രമേ, സാമൂഹ്യ നീതി മാത്രമേ മന്നത്ത് പത്മനാഭന്റെ കാര്യം മുതൽ NSS പിന്തുടർന്നിട്ടുള്ളൂ. ഹിന്ദുവായി ജനിച്ചവർക്കെല്ലാം ക്ഷേത്രത്തിൽ കയറി തൊഴുവാനുള്ള ഒരു അവസരം നൽകണം എന്നുള്ളത് സാമൂഹ്യ നീതിയുടെ ഭാഗമാണ്. എല്ലാവരും ഒരുപോലെ കാണുന്നതല്ല. ഇവിടെ അനിൽകുമാർ പ്രസംഗിച്ചു പറഞ്ഞു, നാം സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതി, ജനാധിപത്യം, സത്യം, ഇതിനൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞു സത്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നു. എന്നും ഈ കേസുകളെല്ലാം കൊടുത്തിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സത്യസന്ധതയാണ്, അണാ പൈസ വ്യത്യാസമില്ലാത്ത സത്യസന്ധത. ആ സത്യത ഓരോ 3 മാസം കൂടുമ്പോഴും അവിടെ ചെലവായ കണക്കുകളും ഈ ചെലവാൻ പോകുന്ന കണക്കുകളെ കുറിച്ച് ഡയറക്ടറോട് യോഗം വിളിച്ചു കൂട്ടി പറയും. ഏതോ ഒരു കാലത്തും എല്ലായിടത്തും വാർഷിക പൊതുയോഗം വരുമ്പോൾ കണക്ക് പ്രസിദ്ധീകരിക്കും. എല്ലാത്തിലും അങ്ങനെയല്ല, ഓരോ 3 മാസം കൂടുമ്പോഴും ഡയറക്ടറോട് വിളിച്ചു കൂട്ടി അന്ന് വരെയുള്ള ചെലവാ ബഡ്ജറ്റിൽ പറഞ്ഞ് എത്ര പൈസ ചെലവാക്കിയോ, ഇനി എത്ര പൈസ ചെലവാക്കാൻ പോകുന്നു, എങ്ങനെ ചെലവാക്കാൻ പോകുന്നു, ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഓരോ ക്വാർട്ടറിലും 4 തവണയായി ഇത് ചർച്ച ചെയ്ത് പോകുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാവില്ല. അത്ര സത്യസന്ധതയാണ് നമ്മുടെ നേതൃത്വം വഹിക്കുന്നത്. ആ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ നീതിബോധം, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിലും സാമൂഹ്യ നീതിക്ക് വേണ്ടി നമ്മൾ പോരാളികളെല്ലാം നായർ സർവീസ് സൊസൈറ്റി വിജയിച്ചിട്ടുണ്ട്. ഏതാ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയും. പിന്നെ വിശ്വാസം, മനുഷ്യന്റെ വിശ്വാസം അവന്റെ അവകാശമാണ്. ആ വിശ്വാസത്തെ ആരെങ്കിലും കൈകടത്തിയാൽ അവിടെ നായർ സർവീസ് സൊസൈറ്റി ഇടപെടും. കാരണം നമ്മുടെ വിശ്വാസങ്ങൾ കൈകടത്തുന്നത് ശരിയല്ല. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്, കേരളത്തിന്റെ സമൂഹത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ മുൻകൈ എടുത്ത ഒരു സമുദായത്തിലെ അംഗമാണ് നിങ്ങൾ എന്നുള്ളതുകൊണ്ട് നായരായി ജനിച്ചതിന് അഭിമാനം കൂടിയാണ് വേണ്ടത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരാൾ ഒരു സമുദായത്തിൽ ജനിക്കാൻ ദൈവത്തിന് അപേക്ഷ കൊടുക്കാറുണ്ട്. നായരായി ഇന്ന അച്ഛന്റെ, ഇന്ന അമ്മയുടെ മകളായി ഇന്ന വീട്ടിൽ ജനിക്കണം എന്ന് നമ്മൾ അതിന് അപേക്ഷ കൊടുത്തിട്ടാണോ നമ്മളെ ജനിപ്പിച്ചത്? ഇവിടെയുള്ള മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ടവർ ദൈവത്തിന് മുമ്പിൽ അപേക്ഷ കൊടുത്തിട്ടാണോ അതാത് സമുദായത്തിൽ ജനിച്ചത്? അപ്പൊ നായരായി ജനിച്ചത് അഭിമാനമായി കണ്ടില്ല. ഒരാൾ ദളിതനായി ജനിക്കുന്നു, അയാൾ പറയണം ഞാൻ പുതിയ സമുദായത്തിൽ ജനിച്ചു എന്ന് നെഞ്ചിൽ കൈകൊണ്ട് നെഞ്ചു വിരിച്ചു എന്ന് അഭിമാനത്തോടെ പറയണം. അതായത് എനിക്കെന്തോ കുഴപ്പമുള്ള ഒരു സമുദായത്തിൽ ഞാൻ വന്ന് പെട്ടു എന്ന് ചിന്തിക്കില്ല. എല്ലാവരും തുല്യരാന്ന് വിശ്വസിക്കുന്നവരാണ്. നായരായി ജനിച്ചത് അഭിമാനിക്കുന്ന പോലെ പുതിയ സമുദായത്തിൽ ജനിച്ച ഒരാൾ പുതിയനായി ജനിച്ചിരിക്കുന്നു എന്ന് അഭിമാനപ്പെടണം. ഒരു തെറ്റുമില്ല. അവിടെയാണ് സാമൂഹിക നീതി, സമത്വം ഉണ്ടാകുന്നത്. അവിടെയാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. ആ മൂല്യങ്ങളെയാണ് നായർ സർവീസ് സൊസൈറ്റി ഉയർത്തിപ്പിടിക്കുന്നത്. അല്ലാതെ രഹസ്യമായ ഒരു അഭിപ്രായം പുറത്ത് വേറെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സംഘടനയല്ല. നമ്മുടെ നിയമ സെക്രട്ടറിയെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വെട്ടിത്തുറന്ന് പറയും ആരോടും. അതിനാരും പ്രീതിക്ക് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കാറില്ല, ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. തെറ്റെന്ന് കാണുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പറഞ്ഞത് മന്നത്ത് ആചാര്യന്റെ കാലത്ത് തുടങ്ങിയ നായർ സർവീസ് സൊസൈറ്റിയുടെ സംസ്കാരമാണ്. അതിന്നും ശക്തമായി മുന്നോട്ട് പോകാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി കഴിയും. കാരണം പലരും പറയുന്നത് മടിയിൽ കനമുള്ളവർ പേടിച്ചായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറിനെ സംബന്ധിച്ച് മടിയിൽ കനമില്ല, അതുകൊണ്ട് എവിടെ ആരും പേടിയുമില്ല, ഉള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അത് നല്ലൊരു ശീലമാണ്. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ അത് കണ്ടു നിൽക്കുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആചാര്യന്റെ ഒരു സങ്കല്പം ഇങ്ങനെയായിരുന്നു, അന്ന് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ഈ തീരുമാനം മതി എന്നെടുക്കുന്നത്. എല്ലാം ഈ ആചാര്യൻ നമ്മളെ വിട്ടുപോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നായർ സർവീസ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ആചാര്യന്റെ അന്നത്തെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ഓരോ ദിവസം കഴിയുമ്പോൾ മന്നത്ത് ആചാര്യന്റെ തിളക്കം വർദ്ധിക്കുന്നു, ദൈവതുല്യനാവുന്നു, ദൈവമായി മാറുന്നു. അദ്ദേഹം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കർമ്മനിരതനായ കർമ്മയോഗിയായ മന്നത്ത് ആചാര്യനെ കുറിച്ചുള്ള മതിപ്പ്
നായർ സമുദായത്തിലുള്ള മനസ്സിൽ മാത്രമല്ല ഇതര സമുദായത്തിൽപ്പെട്ടവരുടെ മനസ്സിൽ ഉയർന്നു വരികയാണ്. കേരളത്തിലെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി പോരാളിയിൽ മുൻപന്തിയിൽ നിന്നത് മന്നത്ത് ആചാര്യനാണ് എന്ന് പറയാൻ പലരും മടിച്ചു. മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ വൈക്കത്തെത്തി. വന്നെത്തിയ മഹാത്മാഗാന്ധിയെ അവിടുത്തെ ബ്രാഹ്മണ തറവാടുകളിൽ പ്രവേശിപ്പിച്ചില്ല. കാരണം ദളിതരോടൊപ്പം, അന്നത്തെ കാലത്ത് ഹരിജനങ്ങൾ വിളിച്ചിരുന്ന ദളിതരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ക്ഷേത്രത്തിൽ പ്രവേശനം ചെയ്യുന്ന മഹാത്മജിയെ ബ്രാഹ്മണനായിട്ട് പോലും വീടിന്റെ വെളിയിലാണ് ഇരുത്തിയത്. അദ്ദേഹം മടങ്ങിപ്പോകുന്നതിന് മുമ്പ് സത്യാഗ്രഹം വിജയിക്കാൻ വേണ്ടി അദ്ദേഹം ആശംസിച്ചത് ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ കഴിയും എന്ന്, സമാധാനത്തിന്റെ സമരത്തിലൂടെ ഓടിക്കാൻ കഴിയുമെന്ന് സ്വപ്നം കണ്ട് പ്രാവർത്തികമാക്കിയ മഹാത്മജി ക്ഷേത്രപ്രവേശനം വേണ്ടി കൊടുത്ത ഉപദേശം, ആജ്ഞാശേഷിയുള്ള മുന്നോക്ക സമുദായക്കാരനായ ഒരു നേതാവിനെ നിങ്ങൾ ഈ സമരത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം, അതോടെ ഈ പ്രശ്നം തീർന്നു. വളരെ വലിയ ആശയമാണ്. അത് ആജ്ഞാശക്തിയുള്ള മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ മുന്നിൽ കൊണ്ടുവരണം. സമരം നടന്നുകൊണ്ടേയിരിക്കുക. മന്നത്ത് ആചാര്യൻ നഗ്നപാതനായി അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചു. ആ ജാഥ തിരുവനന്തപുരത്തെത്തി ഭരണാധികാരിയുമായി സംസാരിച്ചു കഴിയുമ്പോൾ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വഴി നടക്കാൻ പോലും ഹിന്ദുക്കളായ സാധാരണക്കാരെ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും ദളിതരെയും അനുവദിക്കാതിരുന്ന സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ കവാടങ്ങൾ തന്നെ തുറന്നു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്വാധീനം അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത്, രാജഭരണകാലത്ത് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തി എന്തായിരുന്നു എന്ന് അദ്ദേഹം ക്ഷേത്രം തുറന്നു കൊടുക്കാൻ പറഞ്ഞു. കേരളത്തിലെ ബഹുഭൂരിപക്ഷ ക്ഷേത്രങ്ങളും നിർമ്മിച്ചുള്ള നായന്മാരാണ്. നായർ തറവാടുകളിൽ നിന്ന് പണം ചെലവിച്ചാണ് പല ക്ഷേത്രങ്ങളും പണിതിട്ടുള്ളത്. ആ ക്ഷേത്രങ്ങളെല്ലാം മാതിരികൾ ആചാര്യന്റെ വാക്കിനാണ് പ്രാധാന്യം നൽകിയത്. അവരൊരു തടസ്സവും പറഞ്ഞില്ല. രാജാവിന്റെ കൽപ്പന വരുന്നതിന് മുമ്പേ ആചാര്യൻ തുറന്നു കൊടുക്കാൻ തുറന്നു. ഞാൻ ദളിതരുമായി അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്തു എന്ന് പറയുന്നത് ആരാണ്? ദളിതനായി ജനിച്ച തന്റെ സഹപ്രവർത്തകനെ വീട്ടിൽ വിളിച്ചുകൊണ്ട്, തന്റെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം വിളങ്ങി കൊടുത്ത് ആ ഭക്ഷണം കഴിച്ച ഇല സ്വന്തം അമ്മ എടുത്ത് പണ്ടങ്ങനെയാണോ? വീടിനകത്ത് കേരളത്തിൽ ദളിതരെ, പാവപ്പെട്ടവരെ വെളിയിൽ നിർത്തും. അവിടെ നിർത്തി വേറെ ആഹാരം കൊടുക്കും. തന്നോടൊപ്പം ഇരുത്തി ഭക്ഷണം കൊടുത്തതിന് ശേഷം ആ ഇലയും പാത്രങ്ങളും എടുത്ത് കഴി വയ്ക്കാൻ സ്വന്തം അമ്മയോട് പറയുന്ന മഹാനായ മനുഷ്യ സ്ത്രീയായിരുന്നു അദ്ദേഹം. മനുഷ്യനെ അദ്ദേഹം കണ്ടുള്ളൂ, ജാതിയും മതവും അദ്ദേഹം കണ്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു സമുദായത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നു. എന്തെന്നാൽ അദ്ദേഹം ജനിച്ച സമുദായം ദുർബലവും ശിഥിലവും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വളരെ കുറയിലായിരുന്നു. ഈ കേരള സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി ഒരു സ്കൂൾ സ്ഥാപിക്കുന്നത് മന്നത്ത് ആചാര്യന്മാരാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകൾ, പെൺകുട്ടികളെ അവരെ പഠിപ്പിച്ച് മിടുക്കിയാക്കണം എന്ന ചിന്തയോടുകൂടിയാണ് അദ്ദേഹം ചെയ്തത്. കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് IAS ശ്രീമതി ഓമന കുഞ്ഞമ്മ, തിക്കുറിശി സുകുമാരൻ നായരുടെ വലിയ നടനായിരുന്നു. തിക്കുറിശി സുകുമാരൻ നായരുടെ അനിയത്തി ഓമന കുഞ്ഞമ്മയ്ക്ക് IAS കിട്ടി ആദ്യമായി. അവരെ റാങ്കോടുകൂടി MA പാസ്സായി. ഇവരെ ആചാര്യൻ വിളിച്ചു വരുത്തി ആദരിച്ചു. അന്നത്തെ കാലത്ത് അതൊരു വനിത, ഒരു സ്ത്രീ ഇത്ര വലിയൊരു പദവിയിലേക്ക്, അവർ ഇത്രയും വലിയ വിദ്യാഭ്യാസ യോഗ്യത നേടി ജയിച്ചു വരുമ്പോൾ, ഒന്നാം റാങ്കായി വരുമ്പോൾ അവരെ ക്ഷണിച്ചു വരുത്തി മന്നത്ത് ആചാര്യൻ ചങ്ങനാശ്ശേരിയിൽ വെച്ച് ആദരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ സ്ത്രീകൾ വിദ്യാഭ്യാസം കൊണ്ട് ഉയരണം എന്ന് നമ്മളിപ്പോ സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് പറയുന്നു. നായർ സമുദായത്തിൽ ഒരു കാര്യം ആലോചിക്കും. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനം, ഇന്ന് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന ഈ കൊടിക്കീഴിൽ ഒത്തുചേർന്ന ഈ പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത് തന്റെ പ്രിയ മാതാവായ സ്ത്രീയായ തന്റെ സ്വന്തം അമ്മയെ കൊണ്ടാണ് നിലവിളക്ക് കുറിച്ച് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ സ്ത്രീക്ക് എത്രമാത്രം പ്രാധാന്യം, സ്ത്രീക്ക് എത്രമാത്രം മഹത്വം അദ്ദേഹം കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വർഷം സ്ത്രീകൾ ഉയർത്തപ്പെടണം, സ്ത്രീകൾ മുന്നോട്ട് വരണം, സ്ത്രീ ശാക്തീകരണം വേണം എന്ന് നമ്മൾ പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റിയാണ് ആദ്യമായിട്ട് സ്ത്രീ ശാക്തീകരണം കൊണ്ടുവന്നത്. സ്ത്രീക്കെതിരെ ഉണ്ടായിരുന്ന, സ്ത്രീയെ മുൻനിർത്തി ഉണ്ടായിരുന്ന എല്ലാ അനാചാരങ്ങളെയും, സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാ തൊട്ട് 3 വയസ്സുള്ള പെൺകുട്ടികളെ വൃദ്ധമായവരുടെ മടിയിലിട്ട് കെട്ടുകല്യാണം നടത്തുന്ന പോലുള്ള അനാചാരങ്ങളെ നായർ സർവീസ് സൊസൈറ്റിയിൽ തുടച്ചു മാറ്റിയത് മന്നത്ത് പത്മനാഭനാണ്. സ്ത്രീകൾ ആരാധനയോടെ കാണുക, സ്ത്രീകൾ ദൈവത്തെ പോലെ കാണുകയും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അച്ഛന്റെ വാത്സല്യം അറിയാൻ, അച്ഛന്റെ സമ്പാദ്യങ്ങൾ അനുഭവിക്കാൻ ഒക്കല്ല, അച്ഛന്റെ മടിയിലിരുന്ന് അച്ഛന്റെ വാത്സല്യം അറിയാൻ നായർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തത് മന്നത്തായിരുന്നു. ആ നന്ദി അദ്ദേഹത്തോട് നമ്മൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണണം, അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം, അദ്ദേഹത്തെ കുറിച്ച് അറിയണം എന്ന് പറയുന്നത് ആ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പരിഷ്കൃതമായ അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന അദ്ദേഹമാണ്. അനാചാരങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ
അദ്ദേഹം ദൈവത്തിൽ വലിയ വിശ്വാസിയായിരുന്നു. പക്ഷെ അനാചാരങ്ങളെ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ദുർമന്ത്രവാദം, പൂജ, അങ്ങനെ തട്ടിപ്പ് പരിപാടികളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹം ദൈവത്തെ ആരാധിക്കുമായിരുന്നു, ദൈവത്തെ പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് തന്നെ, നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കൂ, ഈശ്വര വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാം. ഞാൻ ഈ സമ്മേളനത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതേ ഉള്ളൂ, നമ്മുടെ മക്കളെയും ഈശ്വര വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. അവരെ ഈശ്വര വിശ്വാസം, ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്ന ചിന്ത. ഹിന്ദു പുരാണങ്ങൾ, ഹിന്ദു വേദങ്ങൾ പറയുന്നത് അഹം ബ്രഹ്മാസ്മി, നീ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. നിന്റെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നു. ദുർബലനാകരുത്, ഭയപ്പാടുണ്ടാകരുത്. എവിടെയാണ് ഭയം വരുന്നത്? ഭയം വരുന്നത് ദൈവം അകലുമ്പോഴാണ്. നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ സമീപത്തു നിന്നും ദൈവികമായ ഒരു ചൈതന്യം അകന്നു പോകുമ്പോഴാണ് നമ്മൾ ഭയത്തിന്റെ പിടിയിൽ ഒതുങ്ങുന്നത്. ആ ഭയത്തിന്റെ പിടിയിൽ ഒതുങ്ങുമ്പോഴാണ് നമ്മുടെ മക്കൾ മയക്കുമരുന്നിന്റെ പുറകെ പോകുന്നത്. നമ്മുടെ മക്കൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നത്, ഒളിച്ചോടാൻ, മദ്യത്തിലും മയക്കുമരുന്നും അടിപ്പെട്ട് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. ആ ഒളിച്ചോട്ടം ഭയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വ്യക്തിത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കളെ, നിനക്ക് ഏത് കാര്യവും സാധിച്ചു തരാൻ കഴിയുന്ന, ഈ ലോകത്ത് അസാധ്യമായ ഒന്നുമില്ലാത്ത ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉള്ളിലുണ്ട്. നീ ഒന്നിരുന്ന് ആലോചിച്ചാൽ, നീ ഒന്നും ആത്മാർത്ഥത്തോടെ ചിന്തിച്ചാൽ, നീ ഒന്ന് സത്യസന്ധമായി ചിന്തിച്ചാൽ നിനക്ക് നടത്താൻ പറ്റാത്തായി ഒന്നുമില്ല. ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഒരു പാഠമുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന ഒരു പാഠമുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. അസാധ്യമായി ഒന്നുമില്ല എന്നൊരു പാഠമുണ്ട്. അതിന്റെ കിട്ടിയതാണ് മലയാള പാഠപുസ്തകം. ഞാൻ എന്റെ ജീവിതത്തിൽ കുറിച്ചു വെച്ചതും എന്റെ മനസ്സിൽ അന്ന് എഴുതിയിട്ടതും അസാധ്യമായി ഒന്നുമില്ല എന്ന് തന്നെയാണ്. ആവശ്യമായിരിക്കണം, അനാവശ്യ കാര്യത്തിന് അസാധ്യമായ പല കാരണം. അനാവശ്യ കാര്യങ്ങൾ ബോധിക്കരുത്. നമ്മളൊരു കാര്യം, ഒരു പ്രശ്നമുണ്ട്, അതിനെ തരണം ചെയ്യണം. നമ്മൾ പെട്ടുപോയി, അതിനെ തരണം ചെയ്യണമെങ്കിൽ ബുദ്ധിപരമായി, സ്വബോധത്തോടെ, ദൈവിക ചിന്തയോടെ ആലോചിച്ചാൽ തെളിയാത്ത മാർഗമില്ല. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ബന്ധു, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അവർ പറയുന്ന വാക്കുകൾക്ക് ഒരു പക്ഷേ നമ്മൾ നിസ്സാരമെന്ന് കരുതേണ്ട, അതിലൂടെ നമുക്ക് കരകയറാൻ പറ്റും. അപ്പൊ മക്കളെ പറഞ്ഞു പഠിക്കേണ്ടതാണ്, ലോകത്ത് നമുക്ക് എല്ലാം സാധിക്കും. മക്കളെ, നീ പഠിച്ചാൽ നിനക്ക് പറ്റും. ഈ പരീക്ഷയ്ക്ക് തോറ്റാൽ നീ ഏറ്റവും വലിയ ആളായി മാറാൻ നിനക്ക് കഴിയും എന്നവരെ പഠിപ്പിക്കണം. അവരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാം, ഒന്നിനും ഭയപ്പെടരുത്. ജീവിതത്തിൽ ഇത് അവസാനത്തെ അസന്ദർഭമാണ്, വഴിമുട്ടി എന്നാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന മണ്ടത്തരം ചിന്തിക്കുന്നത് മക്കളെ പഠിപ്പിക്കണം. ഒരു കടം കയറി, ഒരു ദുരിതം വന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കിടന്നുറങ്ങിയാൽ ആ പലിശ കൂടി വരുന്നതല്ലാതെ ഉറങ്ങി ആരോഗ്യവും നശിക്കും. മദ്യപിച്ചും മയക്കുമരുന്ന് കഴിച്ചും ആരോഗ്യം നശിക്കും. അവിടെ കിടന്നു ഈ കടമെടുത്ത പൈസ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒളിച്ചോടി പൈസ കിടന്ന് അടിമപ്പെടുന്നത്. ഇതിങ്ങനെ പലിശയുടെ പലിശയായിട്ട് കഴിയും, ഒരിക്കലും അടയ്ക്കാൻ പറ്റാത്തതില്ല. പക്ഷെ ഉണർന്നിരുന്ന് ചിന്തിച്ച് അധ്വാനിച്ച് ഈ കടബാധ്യത തീർക്കാൻ കഴിയണം. ഞാൻ സിമ്പിളായിട്ട് പറയാം, ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ പാഠങ്ങളാണ്. പലരും ആത്മഹത്യ, കടം കയറിയിട്ട് ആത്മഹത്യ, ബിസിനസ് കൂട്ടിയാൽ വേറെ ബിസിനസ് കൊണ്ടാണ്, കുറച്ചുകൂടെ ചെറുത്, വലുത്. അപ്പൊ അതിനേക്കാളും വലിയ ചിന്തിക്കരുത്, അതിനേക്കാളും ചെറുത് കൊണ്ടാണ്. പടിപടിയായി ഒരു വ്യവസായം ചെയ്യുമ്പോൾ സമുദായത്തിലെ, നായർ സമുദായത്തിലെ പലരും പരാജയപ്പെടുന്നു എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ പണം ഇങ്ങോട്ട് കൈവന്നാണ് ഏറ്റവും വില കൂടിയ ഒരു കാരണമാണ്. തങ്ങമ്പഴച്ചേട്ടന്റെ ജീവിതത്തിൽ വിജയിച്ച ആളാണ്. ഇന്നും ഒരു സാധാരണ കാരണമാണ് നടക്കുന്നത്. വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. എന്തുകൊണ്ട് ബിസിനസ്സിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ നാളെ ഒരു ദിവസം പറഞ്ഞു, ഒരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, ഈ തങ്ങമ്പഴച്ചേട്ടൻ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. സാധാരണ കച്ചവടക്കാർ ഇച്ചിരി പിശുക്കന്മാരൊക്കെ ആയിരിക്കും, ആരെങ്കിലും വേണ്ട നല്ല പബ്ലിസിറ്റി വേണ്ടി സഹായിക്കാറുണ്ട്. പക്ഷെ ഈ കച്ചവടക്കാരനും ഈ കരുണാമയം കൂടി എങ്ങനെയായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കച്ചവടക്കാരൻ ഇച്ചിരി ഒന്ന് മയമില്ലാതെ പെരുമാറിയാലേ കച്ചവടത്തിൽ വിജയിക്കുന്നത്. ഈ തങ്ങമ്പഴച്ചേട്ടൻ ഈ ബിസിനസ്സിൽ വിജയിച്ചതിന്റെ ഒരു രഹസ്യം എനിക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഒരു വശത്തെ കരുണ വളരെ തന്നെ ഇരിക്കുന്നത്, ആര് ചോദിച്ചാൽ സഹായിക്കാനുള്ള മനസ്സ്. പറ്റിക്കുന്നവന്മാരുണ്ട്, വന്ന് പറ്റിക്കുന്നവന്മാരുണ്ട്, അതായാലും കുഴപ്പമില്ല. പോയി അങ്ങനെ പറ്റിച്ചുകൊണ്ട് സാരമില്ല എന്ന് ചോദിച്ചാൽ മറ്റേ ആളെ തങ്ങമ്പഴച്ചേട്ടനെ വന്ന് പറ്റിച്ചിട്ട് പോയത്, സാരമില്ല, കൊണ്ടുപോയി കുഴപ്പമില്ല. അങ്ങനെ പറയുന്ന ഒരാൾ എങ്ങനെ, ഇത്രയും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ എങ്ങനെ ബിസിനസ്സിൽ വിജയിച്ചു എന്ന കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്ന വ്യക്തിത്വമാണ്. രണ്ടും കൂടി എത്തിച്ചുകൊണ്ടോ പറ്റില്ല, പാടാണ്. പൈസ ഉള്ള ആളുകളെല്ലാം ചെല്ലും. ലോട്ടറി അടിച്ചവർ പലരും എന്താ അഡ്രസ് വഴി പറയാത്തെ? തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ടവൻ ലോട്ടറി അടിച്ചിട്ട് അവസാനം നാട് വിട്ടു. ഏതാ ആളുകൾ? അപ്പോൾ തങ്ങമ്പഴച്ചേട്ടൻ ഇല്ലേ ശ്രീനിവാസൻ ഒരു പടത്തിൽ പറയുന്നതൊക്കെ വരുന്നവർക്കെല്ലാം 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു കൂടെ എന്ന് പറഞ്ഞില്ലേ മമ്മൂട്ടിയുടെ വീട്ടിൽ വന്നിട്ട്. അതുപോലെ തങ്ങമ്പഴച്ചേട്ടൻ വീട്ടിലേക്ക് പ്രവഹിക്കും ആളുകൾ. ലോട്ടറി അടിച്ച ആൾ ജീവൻ കൊണ്ട് ഓടി, അതുകൊണ്ടാണ്. പിന്നെ ആരും ലോട്ടറി അടിച്ചൊരു വെളി പറഞ്ഞിട്ട് ആർക്കാ കിട്ടിയത് ആരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സമൂഹത്തിൽ നന്മയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇടയിൽ ഒരു നല്ല വിജയം കൈവരിക്കാൻ തങ്ങമ്പഴച്ചേട്ടൻ കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപ തന്നെയാണ്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ശരിയാണെന്ന് മനസ്സിലാക്കും. വളരെ താഴെത്തട്ടിൽ നിന്നും ഒരു സാധാരണ കുടുംബത്തിൽ ഒരു നായർ തറവാട്ടിൽ ജനിച്ചിട്ട് അധ്വാനം കൊണ്ട് മാത്രം വളർന്നു വന്നാണ് അദ്ദേഹം. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ മാതൃകയാക്കണം. കാരണം അതിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞ വാക്കാണ് അദ്ദേഹം. ഈ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം അസാധ്യമായ പലരും സാധ്യമാക്കി. നമുക്കതിന് കഴിയുമെന്ന് നമ്മുടെ മക്കളെ പറഞ്ഞു പഠിക്കണം. അതിന് വേണ്ടത് ദൈവവിശ്വാസമാണ്.
എന്റെ മനസ്സ് നിറച്ചും ദൈവം ഉണ്ടെന്ന് കണ്ടാൽ അവിടെ ചെലുത്താൻ സ്ഥാനമില്ല, അവിടെ തെറ്റായ ചിന്തകൾക്ക് സ്ഥാനമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ്, എന്നെ 2001 രാഷ്ട്രീയത്തിൽ വന്നവനാണ്. എന്നെ എത്ര തവണ തല്ലിക്കൊന്ന് ഇടയ്ക്ക് കൊണ്ട് കളഞ്ഞു, അവിടെ നിന്നെല്ലാം ഞാൻ കയറി വന്നില്ല. എന്താ കാര്യം? എന്റെ മിടുക്കല്ല, എന്റെ ഉള്ളിലുള്ള ദൈവത്തിന് വിശ്വാസവും. എന്റെ ആത്മാവ് ജീവാത്മാവാണ് പരമാത്മാവ്. ആ പരമാത്മാവാവുന്ന അതിശക്തനായ ലോകത്തെന്തും സാധിക്കാൻ കഴിയുന്ന പരമാത്മാവുന്ന ജീവാത്മാവ് എന്റെ ഉള്ളിലുള്ളപ്പം ഞാൻ അങ്ങനെയൊന്നും പോകില്ല. എന്നെ ദൈവം കാക്കൂടാൻ ഞാൻ നിൽക്കും. കാരണം ദൈവം എന്റെ കൂടെ ഇങ്ങനെ ഈ പ്രസംഗം നടത്തുമ്പോൾ എന്റെ നാവിൻ തുമ്പിലും എന്റെ സൈഡിലും ദൈവം നിൽക്കുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. പിന്നെ എന്തിന് ഭയപ്പെടണം? എന്നെ ആരും കൊല്ലുമെന്ന് ഞാൻ ഇന്നലെ TV കൊണ്ടുവരുമ്പോൾ ഒരാൾ പറയുന്നു, എനിക്ക് 4 കന്മാരുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു വളരെ വേദനയോടുകൂടി. ഒരു തമാശക്കാരൻ 4 കന്മാരുണ്ടായിരുന്നു പോയി. ഞാൻ ഉള്ള കന്മാരെ എങ്ങനെ പറഞ്ഞു വിടാമെന്നാണ്. മന്ത്രിയായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗൺമാൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിയമപ്രകാരം മന്ത്രി ഗൺമാനില്ലാതെ പോകാൻ പറ്റില്ല, ഒരാളെങ്കിലും വെച്ച് 2 പേരെങ്കിലും വെക്കണമെന്ന്. അങ്ങനെ വെച്ചതല്ലാതെ അവരാരും തോക്കെടുക്കാറില്ല, വെടിയിരിക്കാറില്ല. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ മന്ത്രിമാരും പോലീസ് കാവലില്ലാതെ താമസിക്കുന്ന ഞാൻ മാത്രമേ. എനിക്ക് ഭയമില്ല. കാരണം എന്നെ അങ്ങനെ കൊല്ലുന്ന ഒരു വഴിയില്ല. പിന്നെ മരിക്കുന്ന ദിവസം പോയി പറ്റുള്ളൂ. അത് ഉറങ്ങി കിടക്കുമ്പോഴോ പോകും ചിലപ്പോൾ അറിയാതെ. രാവിലെ എണീക്കുന്ന തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുന്ന കാലമാണ് നമ്മൾ, അല്ലേ? എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ? അതിനാണ് ഭയപ്പെടുന്ന. ആരാണ് ഭയപ്പെടുന്നത്? ദൈവം, ആത്മവിശ്വാസം അത് കൂടെ ഉണ്ടെങ്കിൽ, എനിക്കിതിന് കഴിയും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അതെ. എന്നെ കുറിച്ച് പറഞ്ഞു, ശമ്പളം കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് കാര്യം? എന്റെ കഴിവല്ല, ഞാൻ അതിന് ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ മന്ത്രിയായി എന്റെ തലേ ദിവസം അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ജനറൽ സെക്രട്ടറിയോട് പോയി. അവിടെ ചെന്ന് കുറേ നേരം രാത്രി സമയത്ത് അവിടെ സംസാരിച്ചത് ഞാനുമായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞു, ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്, ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ ഗണേശന് കഴിഞ്ഞാൽ അത് നായർ സമുദായത്തിന് വലിയൊരു അഭിമാനമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അവർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ ഒരുമിച്ച് ശമ്പളം കൊടുക്കും. 1-ാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ 1-ാം തീയതി ശമ്പളം കൊടുക്കും. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, എന്നെ മന്ത്രിയാകാനായിട്ട് പോകുന്നു, പിറ്റേ ദിവസം തട്ടിപ്രതിജ്ഞയാണ്. തലേ ദിവസം വൈകിട്ട് ചങ്ങനാശ്ശേരി അദ്ദേഹത്തോട് ഇപ്പം പറഞ്ഞു, ഒരുമിച്ച് KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞാൽ ഗണേഷ് കുമാറെ അത് ഗണേശൻ ശ്രദ്ധിച്ചോളൂ, നായർ സമുദായത്തിന്റെ അഭിമാനമായിരിക്കുന്നു. ആ അഭിമാനം ഞാൻ ഈ സമുദായത്തിന് നേടി തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് തൊഴിലാളികളോട് സ്നേഹമുണ്ട്. ഞാൻ മന്ത്രിയാവുന്നതിനെ പറഞ്ഞു ഇവർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം. അപ്പൊ ഇയാൾ ആരാ പറയുന്നത് പറഞ്ഞു ആലോചിച്ചു. ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്, യൂട്യൂബിൽ കിടക്കും. അന്ന് ഞാൻ പറഞ്ഞു ഒരുമിച്ച് ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ അവരെ വീട്ടിൽ ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങൾ ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല, വാടക കൊടുക്കാൻ പറ്റത്തില്ല, ബാങ്കിൽ വരുന്ന ആദ്യയോട് ബാങ്കുകാർ കൊണ്ടുപോകും, അതുകൊണ്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ബാങ്കുകാരോട് ഇയാളെന്നാ കൊടുക്കുന്നതാണെന്ന്. പക്ഷെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി എടുത്ത എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി നീങ്ങി അവിടെ എത്തി അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് എന്റെ കഴിവല്ല, ദൈവത്തിന്റെ ശക്തിയാണ് ഞാൻ വിശ്വസിക്കുന്ന. ദൈവം എന്റെ കൂടെ ഉണ്ട്. നമ്മൾ ധൈര്യമായിട്ടിരിക്കൂ. നമ്മൾ അവിടെ ഇവിടെ ഒന്നും പോയി വെള്ളം ഉണ്ടാക്കണ്ട. അത് ഇപ്പൊ കൊട്ടാരം കിളങ്ങി പോയാൽ കിളങ്ങി മാത്രം വിളിച്ചോളൂ, അങ്ങ് വിളിച്ചാൽ മതി. പണ്ട് ശ്രീനാരായണ ഗുരുദേവനോട് ചോദിച്ചു, ഒരു ശില പ്രതിഷ്ഠിച്ചു. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു, ഇത് ശിവനാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ചോദിച്ചു, ഏത് ശിവൻ എന്ന് ചോദിച്ചൊരു ബ്രാഹ്മണൻ. ഇത് ഈടവ ശിവൻ, എന്താ വേണമെന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ. അതൊരു ശക്തിയാണ്. ആ ശില സ്ഥാപിച്ചത് ഭക്തിയോടെ സ്ഥാപിച്ച ശില ഒരു ശിവലിംഗമാണ്, അതൊരു ഭക്തിയാണ്, അതൊരു വിശ്വാസമാണ്, അവിടെ ഒരു ചൈതന്യമുണ്ട്. അതാണ് ഗുരുദേവൻ പറഞ്ഞത്. ജാതിയൊന്നും ദൈവത്തിന് ജാതിയൊന്നുമില്ല. അവിടെ ഈടവ ശിവൻ എന്ന് തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞത് ചോദിച്ച ആൾ വിദ്യയായതുകൊണ്ടാണ്. ദൈവത്തെ തെരഞ്ഞു നടക്കുകയാണ്. ശങ്കരാചാര്യർ പോലും ദൈവത്തെ തെരഞ്ഞു നടത്തി കണ്ടുപിടിച്ചത് ദൈവം നിന്നിലുണ്ടെന്നാണ്. ശങ്കരാചാര്യനാണ് പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി. 41 ദിവസം വ്രതം നോട്ട് ശബരിമലയിൽ മല കയറി ചെല്ലുമ്പോൾ 12 പടിയും താണ്ടി മേളിൽ ചെല്ലുമ്പോൾ തത്വമസി, അത് നീ തന്നെ. നീ ആരെയാണോ തേടി വന്നത് അത് നീ തന്നെയാണ്, നിന്നിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയണം. ആ ചിന്തയോടുകൂടിയാണ് അവിടെ നടക്കുന്നത്. മനസ്സിലായി? ശബരിമല പോയിട്ട് അയ്യപ്പനെ തൊഴുത് അയ്യപ്പൻ കൂടെ ഉണ്ട്, അയ്യപ്പൻ തന്നെയാണ് ഞാൻ എന്ന ചിന്തയോടെ താഴെ പറഞ്ഞത്. അതാണ് ആത്മീയത. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മതത്താചാര്യൻ മുന്നോട്ട് വെച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ മുദ്രാവാക്യങ്ങളിൽ സമത്വവും സാമൂഹ്യ നീതിയോടൊപ്പം ഈശ്വര വിശ്വാസങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ മക്കളെ തികഞ്ഞ ഈശ്വര വിശ്വാസികളായി, സത്യവിശ്വാസികളായി, ദൈവം സത്യമാണ്, ആ സത്യവിശ്വാസികളായി അവർ വളർത്തണം. സത്യം, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം സത്യം. ദൈവത്തിന് മുമ്പിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നൈവേദ്യം, അദ്ദേഹത്തിന് മുമ്പിൽ അർപ്പിക്കാൻ പറ്റുന്ന നൈവേദ്യം എന്താണെന്ന് ചോദിച്ചാൽ സത്യമാണ്, നേരും നെറിയുമാണ്, നന്ദിയാണ്. ഞാൻ പലപ്പോഴും ഒരു കാര്യം പറഞ്ഞു നിർത്താം. എന്റെ പ്രസംഗം നന്ദിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ കോളേജുകളിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, സ്കൂളുകളിൽ ജോലി കിട്ടിയിട്ടുണ്ട്, നായർ സർവീസ് സ്ഥാപനങ്ങൾ ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലരും ആത്മാർത്ഥത്തോട് നിൽക്കുന്നവരാണ്. സമുദായത്തോടും പ്രസ്ഥാനത്തോടും ഭൂരിപക്ഷം ആളുകളും. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊരു കരയോ കെട്ടണം പണിയാൻ പോലും കാര്യങ്ങളൊക്കെ വർഷങ്ങളോളം
കർഷകനോട് പെൻഷൻ വാങ്ങുന്നു എങ്ങനെയാ വന്നത് PSC റാങ്ക് ലിസ്റ്റിലൊന്നും അല്ലെന്ന് അവർ ഓർക്കണം. അന്ന് കരയോഗത്തിന്റെ പ്രസിഡന്റായിരുന്ന ആളുകളും സെക്രട്ടറിയും കൂടെ ഇരുന്ന് ശുപാർശ ചെയ്ത് കൊടുക്കും. അന്ന് ഇത് 35 കൊല്ലം പിള്ളേരെ ഞാൻ പറയാം. ആ സെക്രട്ടറിയുടെ ശുപാർശ, കരയോഗത്തിന്റെ ശുപാർശ മാനിച്ചുകൊണ്ട് താലൂക്ക് കുഞ്ഞൻ ഒരു കത്ത് എഴുതി ചങ്ങനാശ്ശേരി കൊടുക്കും. അന്നിരിക്കുന്ന ജനറൽ സെക്രട്ടറി ഇവരെ നിയമിക്കും. കയറി കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെന്റിനെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. മുറിക്കുന്നൊന്നും മുറിയുന്നില്ല, പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. അത് കഴിഞ്ഞ് പെൻഷൻ വാങ്ങി വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു കരയമന്ത്രം നിർമ്മിക്കാനാണ് ഒരു 10,000 രൂപ, ഒരു 5,000 രൂപ ഇല്ല തരത്തില്ല. ഈ 10ാം താലൂക്ക് ഈ അടുത്തൊരു സംഭവം നടന്നു. അത് പറഞ്ഞാൽ അറിയാൻ വേണ്ടി പറയാം. ഇത് നന്ദികേടിന്റെ ശിക്ഷ എന്താന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നന്ദികേട് എന്ന് പറയുന്ന സാധനം അവിടെ ഒരു കരയമന്ത്രമുണ്ട്. ഇവരൊരു 10,000 രൂപ സംഭാവന ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഒരു നിവർത്തിയില്ല, ഭയങ്കര ടൈറ്റാ. 85 ലക്ഷം രൂപയ്ക്ക് രണ്ടാമത്തെ മകൾക്ക് തിരുവനന്തപുരത്ത് കവടിയാറിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു പോയി. അതുകൊണ്ട് ഭയങ്കര ടൈറ്റാ ആവില്ല. ഈ 85 ലക്ഷം രൂപ അവൻ എങ്ങനെ ഉണ്ടാക്കി എന്ന് നമ്മൾ ചിന്തിക്കണം. നായർ സർവീസ് സൊസൈറ്റിയുടെ ഔദാര്യം, ഇവിടെ ഇരിക്കുന്ന ഓരോ നായരുടെയും അന്നത്തെ ജനസംഖ്യ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ഈ സമുദായ സംഘടനയുടെ ഈ സാമൂഹിക സംഘടനയുടെ ഔദാര്യം. അവൻ മിടുക്കനാണെ ഓക്കെ PSC പരീക്ഷ എഴുതാൻ പറ്റുന്നു. മിടുക്കന്മാരായ ആളുകൾ PSC പരീക്ഷ എഴുതി, മിടുക്കന്മാരായിട്ട് അധ്യാപകർ കോളേജ് ലെക്ചറുകൾ ഇവര് ഏത് PSC പരീക്ഷ എഴുതി? കരയോൻ അന്നത്തെ കരയോൻ പ്രസിഡന്റ് കാലും കൈയും പിടിച്ചിട്ട്, താലിപുരം പ്രസിഡന്റ് കൈയും കാലും പിടിച്ചിട്ട് 10ാം താലൂക്കിൽ ഈ പറയുന്ന ആൾ അച്ഛന്റെ കൈയും കാലും പിടിച്ച് കയറ്റാണ്. അച്ഛൻ ചങ്ങനാശ്ശേരി പോയി പറഞ്ഞ് നിയമനം വാങ്ങിച്ചു കൊടുത്താണ്. 85 ലക്ഷം രൂപയ്ക്ക് മകൾക്ക് ഒരു മൂത്ത മകൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ മകൾക്ക് കവടിയാറിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചുകൊണ്ട് ടൈറ്റാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അണിഞ്ഞിരിഞ്ഞ് നടത്തുന്ന ഈ ടൈറ്റ് വെക്കുകയായിരുന്നില്ല. ആ കാലത്തുള്ള എല്ലാവരും റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളികളും എണ്ണപ്പാലം തുടർത്തി ജോലി ചെയ്യുന്നവരാണ്. അവരെ പോലെ ഒരാളായിട്ട് ഇയാൾക്കും എണ്ണപ്പാലം ഇറക്കാമായിരുന്നു. വെച്ചിട്ട് എണ്ണപ്പാലം പറിച്ച് അവിടെ ജീവിക്കാമായിരുന്നു പാവങ്ങളുണ്ട്. ആ പാവങ്ങൾ സംഘടിച്ച് അവരെ വരുമാനം കൊണ്ട് അവരൊരു മനോഹരമായ കരകോലം ഇയാളെ സഹായമില്ലാതെ. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ എങ്ങനെ കാണണം? നന്ദികൾ. ഒരു കാര്യം പറയുന്നുള്ളൂ, ഭഗവാൻ പറയുന്നു 3 തെറ്റുകളാണ്. ഒന്ന് ഗുരുത്വമില്ലായ്മ. അപ്പൊ അച്ഛനോടോ അമ്മയോടോ നമ്മൾ മോശമായിട്ട് പെരുമാറി. അവർ ക്ഷമിക്കും. അച്ഛൻ എനിക്കൊരു അബദ്ധം പറ്റി, അച്ഛൻ ക്ഷമിക്കും. ഞാൻ അമ്മ പോട്ടമ്മ എന്നോട് ക്ഷമിക്കും, മക്കളെ ക്ഷമിച്ചിടാമേ, സാരമില്ല. ആണോ? ഗുരുനാഥനോട് നമ്മൾ മോശമായിട്ട് പെരുമാറി. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ഗുരുനാഥൻ പറയും, സാറേ ഒരു അബദ്ധം പറ്റിയാൽ ഞാൻ അപ്പോൾ ഒന്ന് പറഞ്ഞു പോയി, സാർ എന്നോട് ക്ഷമിക്കണം, അറിയാതെ പറ്റിയതാ. സാരമില്ല, പോട്ട് സാറ നിനക്കെന്തോ, നീ അത് പോട്ടെ, ഞാൻ അപ്പോഴേ നന്ദിയിലൂടാ, നീ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു വിടും. പക്ഷെ മൂന്നാമത്തെ ഒരു സാധനമുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും ഗുരുവും കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്. അടുത്ത നന്ദികേട്. ലോകത്ത് നന്ദികേടിന്റെ ശിക്ഷ എത്ര വലുതാണെന്നുള്ള കാര്യം ദൈവം പോലും പ്രവചിച്ചിട്ടില്ല. അത് കിട്ടും, പഠിച്ചോളൂ എന്ന് എനിക്ക് പറയുന്നത്. അത് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നന്ദികേട് മാപ്പില്ല എന്നാണ് ദൈവം പറയുന്നത്. ഭഗവാൻ പറയുന്നത് മറ്റെന്തിനും മാപ്പുണ്ട്. അമ്മയെ നിന്ദിച്ചാൽ, അച്ഛനെ നിന്ദിച്ചാൽ, ഗുരുവിനെ നിന്ദിച്ചാൽ ഇതെല്ലാം മാപ്പ് പറയാൻ തീരും. പക്ഷെ നന്ദികേടിന് മാപ്പില്ല എന്നാണ് നമ്മളെ വേദം പഠിപ്പിക്കുന്നത്. നമ്മളെ പുരാണങ്ങളും വേദങ്ങളും പഠിപ്പിക്കുന്നത് ഓർത്തോളൂ. ഈ സംഘടനയിൽ ഒന്നിച്ചു നിൽക്കണം, ഒരുമിച്ച് നിന്ന് വലിയൊരു കൂട്ടായ്മയായി മാറിക്കൊണ്ട് നമ്മൾ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും സമൂഹത്തെ നന്മ ചെയ്യും. മറ്റിതര സമുദായങ്ങളെ സ്നേഹിച്ചു അവർക്ക് ദോഷകരമായ ഒന്നും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുന്ന ലോകത്തെ എന്റെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതര സമുദായത്തിന് ദോഷകരമായ ഒന്നും ചെയ്യുകയില്ല എന്ന് വർഷാവർഷം പ്രതിജ്ഞയെടുക്കുന്ന ലോകത്തെ ഏക സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന അഭിമാനത്തോടെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ സർവോപരി മന്നത്താചാര്യന്റെയും ഈശ്വരന്റെ അനുഗ്രഹത്തോടെ നമ്മളെ നേതൃത്വം നൽകുന്ന നമുക്കെല്ലാം നായകനായി നയിക്കുന്ന ജനറൽ സെക്രട്ടറിയുടെ അനുഗ്രഹാശത്തോടെ ഈ സമ്മേളനത്തിൽ, ഈ മഹാസമ്മേളനത്തിൽ ഉൾക്കാണ് ദൈവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.